ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു ഫിസ്ന ഫുഡ് ടെക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നോമ്പൊക്കെ ആവാനായി. അപ്പോൾ എല്ലാ വീടുകളിലും നനച്ചുള്ളിപ്പണി അങ്ങനത്തെ ഒക്കെ ഓരോ തിരക്കിലായിരിക്കും. ഞാനും അതുപോലത്തെ ഒരു തിരക്കിലായിരുന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോമ്പൊക്കെ വരാനായപ്പോൾ ഞാൻ ഇങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും വിചാരിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഇത് പഴമക്കാർ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഏറ്റെടുത്ത് നല്ലത് ഉപകാരമായിട്ടോ. കാരണം നോമ്പൊക്കെ ആയാലും നമുക്ക് ഖുർആൻ ഓതാനും ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചെല്ലാനും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഏറെ ഒരു സുഖമുള്ള സംഭവം തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നനച്ചുള്ളിപ്പണിയായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കൂടുതലും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ചെറുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയാണ്. അപ്പോൾ നേരത്തെ തന്നെ തലേ ദിവസം തന്നെ അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി വൃത്തിയാക്കി മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ അത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരി ചുടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശയ്ക്ക് ഇന്ന് കറിയായിട്ടുള്ളത് ചെറുപ്പയർ കറിയാണ്. അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വിസിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ചെറുപ്പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ദീമോക്ക് മദ്രസിലേക്ക് പോവാനായിട്ടുണ്ട്. ഇപ്പോൾ മദ്രസൊക്കെ തുറന്നിട്ടുണ്ടല്ലോ. ചില ഭാഗത്തൊന്നും മദ്രസ തുറന്നിട്ടില്ല. പക്ഷെ ഇവൾക്ക് ഈ അടുത്താണ് കേട്ടോ മദ്രസ തുറന്നിട്ടുള്ളത്. അപ്പോൾ അവളെ പറഞ്ഞേക്കണ ആ ഒരു തിരക്കിലും കൂടിയായിരുന്നു ഞാൻ. അങ്ങനെ ദീമോള് മദ്രസിലേക്കൊക്കെ പോയി. അപ്പോൾ ഇന്ന് വെണ്ടക്ക താളിച്ചതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം ടൈമൊന്നും ഇല്ലല്ലോ. നമ്മൾ പെട്ടെന്ന് പണി തീർക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലഞ്ചും ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും പെട്ടെന്ന് പണിയൊക്കെ തീരുന്നല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എളുപ്പപ്പണിയായിട്ട് ഞാൻ വെണ്ടക്ക താളിച്ചതാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ ഇതുപോലെ അരിഞ്ഞ് കൂട്ടാൻ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും റൈസ് കുക്കറിലെ റൈസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു വാങ്ങാൻ. മുളകൊക്കെ കഴിഞ്ഞ് തുടങ്ങി. കാരണം നോമ്പൊക്കെ വരാനായിട്ടുണ്ട്. പിന്നീട് പറഞ്ഞാൽ ഞങ്ങൾ പൊടിപ്പിക്കാറാണ് കേട്ടോ. മുളകും മല്ലിയൊക്കെ വാങ്ങി പൊടിപ്പിക്കാറാണ് പതിവ്. അപ്പം മല്ലി ആയാലും മഞ്ഞൾപ്പൊടി ആയാലും ഒക്കെ വീട്ടിലുണ്ട്. കുറച്ചധികം തന്നെ വീട്ടിലുണ്ട്. അപ്പം മുളകും പൊടി കമ്മി ആയതുകൊണ്ട് കുറച്ച് മുളക് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊടിപ്പിക്കാനാണല്ലോ. അപ്പോൾ പിരിമുളകും, അത് കുരുമുളക് എന്ന് പറയുന്നത് ഞങ്ങൾ കാശ്മീർ മുളകാണ് കേട്ടോ. അത് കുറച്ച് വാങ്ങും. പിന്നെ സാധാ മുളകാണ് ഞങ്ങൾ വാങ്ങാറുള്ളത്. എന്നാലാണ് നല്ലൊരു കളർ കിട്ടുക കേട്ടോ. ഈ കാശ്മീർ മുളക് കുറച്ച് ചേർക്കുന്നത് നല്ലതാണ്. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഒരു കളർ കിട്ടും. പിന്നീട് കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാങ്ങാൻ. അതൊക്കെ വാങ്ങി. സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ നല്ല വെയിലും കാര്യമൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ മുളകൊക്കെ ടെറസിൻ്റെ മേലെ കിടന്ന് നല്ലോണം ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഉണക്കാൻ ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചിലവർ ഈ മുളകൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞതിന് ശേഷം ഉണക്കാറാണ് പതിവ്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പണിയുണ്ട്. അപ്പൊ ഞാൻ ഈ മാസ്ക് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം എനിക്കൊരു പൊടിന്റെ അലർജി കൂടി ഉണ്ട്. അപ്പൊ ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് മാറാല തട്ടിയെടുക്കാം. കുറച്ച് മാറാലകൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ കർട്ടനുകളുണ്ട്, അതുപോലെ തന്നെ ബെഡിന്റെ കവറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. മാറാല തട്ടലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ അലമാറകളിലൊക്കെ ഉണ്ട് നല്ലോണം പൊടി കോറി കിടക്കുന്നത്.
അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഡ്രസ്സുകൾ കണ്ടില്ലൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് മടക്കി അടുക്കി വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ക്ലീനിങ്ങും കാര്യം ഞാൻ ഒരു ദിവസത്തല്ല കേട്ടോ കാണിക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ എത്രത്തോളം ദിവസം നനച്ചിൽ പണിത്ത് അത്രത്തോളം ദിവസത്തുള്ള ക്ലീനിങ്ങും കാര്യങ്ങളുള്ള വീഡിയോ ഒക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് തന്നെ വീട്ടിൽ ഇതുപോലെ മാറാലൊക്കെ തട്ടിയതിന് ശേഷം പിന്നീട് ഞാൻ കർട്ടനുകളൊക്കെ നല്ലോണം പൊടിയും അതുപോലെ തന്നെ നല്ല ചളിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അലക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡൈനിങ് ഹാളൊക്കെ നല്ലോണം ക്ലീനാക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർട്ടനുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത റൂമുകളൊക്കെ നന്നാക്കി എടുക്കണം. റൂമുകളും ഡൈനിങ് ഹാളുകളൊക്കെ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തത് സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂം ഈ അടുത്തായിട്ട് നന്നാക്കിയിട്ടുള്ളൂ. എന്നാലും പാത്രങ്ങളൊക്കെ ഒന്ന് തോത്തി തുടച്ചതിന് ശേഷം റാക്കുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോഴേക്കുതാ ദീമോള് ബാത്റൂമിന്റെ ടൈലും കാര്യങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ദീമോക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ കളികളൊക്കെ അവള് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കും. ഇതൊരു സ്റ്റോർ റൂമിന്റെ ഒരു ഭാഗത്തുള്ള പാത്രങ്ങളാണ് കേട്ടോ. ഒരു ഭാഗത്തുള്ള പാത്രം എടുത്തപ്പോഴേക്ക് എന്നെ കുന്നുകൂടിയ പാത്രമാണ്. ഒതുക്കി വെച്ചതുകൊണ്ടാവാം അത്രയും പാത്രങ്ങളൊന്നും സ്റ്റോർ റൂമിൽ ഞാൻ അങ്ങനെ കാണാറില്ല കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ഇനിയുണ്ട് പാത്രങ്ങൾ ക്ലീൻ ആക്കി എടുക്കാൻ. അങ്ങനെ ഒരു സെക്ഷന് സ്റ്റീൽ പാത്രമാണെങ്കിൽ മറ്റേ സെക്ഷന് ഞാൻ പ്ലാസ്റ്റിക്കിന്റെ പാത്രമാണ് കേട്ടോ വെക്കാറുള്ളത്. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രം എവിടെയെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടാനൊക്കെ വേഗം എളുപ്പമായിരിക്കും. അങ്ങനെ സ്റ്റോർ റൂം കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക്കിന്റെ ടിന്നുകളും റൈസ് കുക്കറൊക്കെ ഉണ്ട് കഴുകിയെടുക്കാൻ. അപ്പോൾ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കണം. പുറത്ത് നല്ല വെയിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഫ്ലെക്സിൽ വിരിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. ഇത് കിച്ചണിലുള്ള ടിന്നുകളും കാര്യങ്ങളുമാണ്. അപ്പം ഞാൻ ഇത് തലേ ദിവസം തന്നെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഗിൽസുള്ള തണമൽ വെച്ചിട്ടുണ്ടായിരുന്നു. നേരെ വെളുക്കുമ്പോഴേക്കൊക്കെ നല്ലോണം ഉണങ്ങി നല്ല ഫ്രഷായി വന്നിട്ടുണ്ട്. അങ്ങനെ ഡൈനിങ് ഹാളും ബെഡ്റൂമൊക്കെ നന്നാക്കിയതിന് ശേഷം പിന്നീട് അടുക്കളയായിരുന്നു കഴുകാൻ. അപ്പോൾ ഈ സ്കേട്ടിങ്ങിലൊക്കെ നിറച്ച് ചെളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉരച്ചെടുക്കുക. നമ്മൾ എന്നും ഇതുപോലെ ചെയ്യൂലല്ലോ. അപ്പോൾ ഞാൻ എല്ലാ റൂമുകളും ഇതേപോലെ സ്കേട്ടിങ്ങും ഇതേപോലെ പോയിന്റുകളിലൊക്കെ നല്ലോണം ചെളി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അത് ഓരോ റൂമും കഴുകുന്നതിനനുസരിച്ച് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടും നല്ലതുപോലെ വൃത്തിയാവും. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് കേട്ടോ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടുള്ളത്. നേരത്തെ കഴുകിയ കിച്ചണാണ് കേട്ടോ. ഇതൊക്കെ കഴുകി നല്ലോണം വൃത്തിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഞാൻ ഡൈനിങ് ഹാളും അതുപോലെ തന്നെ ബെഡ്റൂമും സിറ്റൗട്ടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത്. ചുമരായാലും നിലയായാലും ഒക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി. അപ്പോൾ ഞാൻ ഇതുപോലെ വൃത്തിയാക്കിയപ്പോൾ തണമൽ ഇതാ അടിയിലുള്ള ഭാഗത്തുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കണം. അപ്പോൾ ഞാൻ ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ. ഇത് 3-4 ദിവസത്തെ ഞാൻ എത്രത്തോളം ഓരോ ദിവസവും നെൻച്ചുളിപ്പണി എടുത്തോ അത്രത്തോളം ഉള്ള വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. പിന്നെ ക്ലീനിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ടിന്നുകളിലൊക്കെ ഇതുപോലെ കടലയും ചെറുപയറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഇതുപോലെ ടിന്നുകളിൽ ആക്കി വെച്ചു.
അങ്ങനെ പിന്നെ രാത്രിയായപ്പോൾ ഫൈസൽ കാക്ക പറഞ്ഞു ഇന്ന് ഞാനാണ് മീൻകറിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുക. കാരണം ദീമോളൊക്കെ കഴുകി വൃത്തിയാക്കി ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്ലീൻ ആക്കുമ്പോഴൊക്കെ രാത്രി എനിക്ക് എന്താ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവളെ പണിക്ക് ഏൽപ്പിച്ചത്. അപ്പൊ ഇന്ന് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും മീൻ മുളകിട്ടൊക്കെയാണ് ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫുള്ളാക്കി ക്ലീൻ ആക്കുന്നതും അതുപോലത്തെ ഒതുക്കി വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു നനച്ചുള്ളിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വ്ളോഗ് റെസിപ്പീസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.